നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും ജെഎച്ച്ഐക്കുമായി കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ യൂത്ത് ലീഗ് നേതാവ് പയ്യനങ്ങാടി സ്വദേശി തൂമ്പിൽ ശിഹാബ് റിമാൻഡിൽ. കോഴിക്കോട് വിജിലൻസ് കോടതിയാണ് ശിഹാബിനെ റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് പയ്യനങ്ങാടിയിൽ നിന്നായിരുന്നു ആയുർവേദ വെൽനസ് കേന്ദ്രം ഉടമയിൽ നിന്ന് 10,000 രൂപ കൈക്കൂലി സ്വീകരിക്കുന്നതിനിടെ ഇടനിലക്കാരനായ ശിഹാബിനെ മലപ്പുറം വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. തിരൂർ നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് എന്നിവരുടെ പേരിലാണ് ശിഹാബ് പണം കൈപ്പറ്റിയത്. ഇവരും കേസിൽ പ്രതികളാണെന്ന് വിജിലൻസ് അറിയിച്ചു. രണ്ടുപേരും ഒളിവിലാണുള്ളത്. ഇവരുടെ വിശദാംശങ്ങൾക്കായി വിജിലൻസ് സംഘം ശനിയാഴ്ച തിരൂർ നഗരസഭാ ഓഫീസിൽ പരിശോധന നടത്തിയിരുന്നു. വിവിധ രേഖകൾ പിടിച്ചെടുത്തതായാണ് സൂചന. തിരൂർ നഗരസഭയിലെ താൽക്കാലിക വാച്ച്മാനായ ശിഹാബ് തിരൂരിൽ അടുത്തിടെ ആരംഭിക്കാനിരിക്കുന്ന ആയുർവേദ വെൽനസ് കേന്ദ്രം ഉടമയിൽ നിന്നായിരുന്നു കൈക്കൂലി കൈപ്പറ്റിയത്. സംഭവത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ 2 തവണ കൈക്കൂലി കൈപ്പറ്റിയിട്ടുണ്ട്. ഒരു തവണ നേരിട്ടും രണ്ടാമത് ഭാര്യയുടെ അക്കൌണ്ടിലേക്ക് പണം അയപ്പിച്ചുമാണ് പണം സ്വീകരിച്ചിട്ടുള്ളത്. ഇവയാണ് ഉദ്യോഗസ്ഥർക്ക് പ്രധാന കുരുക്കായി മാറിയത്. ഇയാൾ പണം വാങ്ങിയത് അറിഞ്ഞതോടെയാണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് രംഗത്തെത്തി പണം തട്ടാൻ ശ്രമിച്ചത്. അതോടെയായിരുന്നു പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചത്. നഗരസഭയിൽ ഇടനിലക്കാർ പ്രവർത്തിക്കുന്നതായും ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതായും വർഷങ്ങളായി പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണമാണ്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. വൻ ഭൂരിപക്ഷത്തോടെ മുന്നണി അധികാരത്തിലെത്തിയതിന്റെ ആവേശം കെട്ടടങ്ങും മുൻപാണ് ലീഗ് നേതാവ് തന്നെ കൈക്കൂലി കേസിൽ അകപ്പെട്ടത്. തിരൂർ കന്മനം സ്വദേശിയായ പരാതിക്കാരനിൽ നിന്ന് പണം തട്ടിയെടുക്കുക എളുപ്പമാണെന്ന് കരുതിയായിരുന്നു ശിഹാബിനെ മുൻനിർത്തി ഉദ്യോഗസ്ഥർ കരുനീക്കിയത്. പരാതിക്കാരനിൽ നിന്നും പേപ്പർ വർക്കിന്റെ പേരിൽ ശിഹാബുദ്ദീൻ ആദ്യം 2,000 രൂപ കൈപ്പറ്റിയിരുന്നു. അതിനുശേഷം ശിഹാബുദ്ദീൻ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദിനൊപ്പം ആയുർവേദിക് സെന്ററിലെത്തി പരിശോധന നടത്തിയിരുന്നു. താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാരനായ ശിഹാബുദ്ദീൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ ഇടനിലക്കാരനായി മാറിയത് ഭരണതലവന്മാരുടെ ഒത്താശയോടെയാണെന്ന സംശയം ശക്തമാണ്. നഗരസഭാധ്യക്ഷനുമായും മറ്റ് കൌൺസിലർമാരുമായും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതിനാൽ ശിഹാബ് നഗരസഭയിൽ ഭരണകേന്ദ്രമായി മാറിയിരുന്നതായാണ് വിവരം. കേന്ദ്രത്തിലെ പരിശോധനയ്ക്ക് പിന്നാലെ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് 3,000 രൂപ വാടക റൂമിൽ എത്തിക്കാൻ ആവശ്യപ്പെടുകയും അതനുസരിച്ച് പരാതിക്കാരനെത്തി പണം കൈമാറുകയും ചെയ്തിരുന്നു. മറ്റൊരിക്കൽ പേപ്പർ വർക്കുകളുടെ പേരിൽ 1,300 രൂപ വേറെയും തട്ടിയെടുത്തു. അതിന് പിന്നാലെയായിരുന്നു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ രംഗപ്രവേശം. അതിലും ഇടനിലക്കാരനായി മാറിയത് ശിഹാബാണ്. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.